അപ്പോൾ ദേ മഴക്കാലമൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ പെറ്റൂണിയാസിന് ഒരുപാട് കെയറിങ് വേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് പെറ്റൂണിയാസിനെയൊക്കെ കെയർ ചെയ്യണം. നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ചുമ്മാ കൊണ്ട് കളയരുത്. അപ്പോൾ എനിക്കും പോവാറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും ശ്രദ്ധിക്കാറില്ലതാ. ഇത് കണ്ടോ ഒരുത്തം കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവനൊക്കെ ഭയങ്കര വില്ലന്മാരാണ്. കാര്യം പഴയ ഇലകളൊക്കെ തിന്ന് തീർക്കുമെങ്കിലും പക്ഷേ ഇവനിങ്ങനെ കൂടുതലായിട്ട് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെടിയൊക്കെ അങ്ങ് നശിക്കും. അപ്പോൾ ഇതിനെയൊക്കെ ആദ്യമേ തന്നെ അതാ ഇങ്ങനെ എടുത്ത് പതിയെടുത്ത് ദൂരെയായിട്ട് കളഞ്ഞേക്കണം. അവനങ്ങ് പൊക്കോട്ടെ, അവനിവിടെ എന്താ കാര്യം. അപ്പോൾ അവനെയൊക്കെ അങ്ങ് പതിയെ കളഞ്ഞേക്കണം. കണ്ടോ തോട്ടപ്പുഴുവാണേ, അതിനിവിടെ അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഇതാ പഴയ ഇലകൾ പിന്നെ ഇതൊരു പൂവ് വിരിഞ്ഞ് കഴിഞ്ഞ ഒരു തണ്ടാണ് കേട്ടോ. അപ്പോൾ അതിനെ അങ്ങ് ഒടിച്ച് കളഞ്ഞേക്കണം. അതിന് ഇനി അവിടെ ആവശ്യമില്ല. കാരണം സീഡ് വരുമെന്ന് വിചാരിച്ചു, സീഡ് വന്നില്ല. സീഡ് പോഡ് വേറെയാണ് കേട്ടോ. സീഡ് പോഡ് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പഴയ ഇലകൾ നമ്മുടെ ചെടിയിൽ നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ചീഞ്ഞ് ഫംഗസായി ഇതുപോലെ മൊത്തം ചെടി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് പഴയ ഇലകൾ കളയണം. കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ളൊരു കത്തിയും കൊണ്ട് കട്ട് ചെയ്ത് കളയണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നട്ടില്ലേ, ഞാനൊരു വീഡിയോ കാണിച്ചു തന്നില്ലേ നിങ്ങളെയൊക്കെ, ഒരെണ്ണം നട്ട് അവൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാറ്റി നട്ടാൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാവണം. അപ്പോൾ ഡേന്നങ്ങ് കയറി വരും. കണ്ടോ നല്ല ഭംഗിയായിട്ട് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അടിയിൽ നിന്നുള്ള ഇലകളൊക്കെ കുറച്ച് മഴക്കാലമായതുകൊണ്ട് കട്ട് ചെയ്ത് കളയണം. പക്ഷെ ഞാനിങ്ങനെ പഴയ പൂക്കൾ വന്ന തണ്ടുകൾ മാത്രമേ ഇപ്പം നിലവിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. ഇത് കണ്ടോ ഇതുപോലെ ഉണങ്ങിയ ഇലകളൊക്കെ അല്ലെങ്കിൽ വാടിയ ഇലകളൊക്കെ അവിടെ ഇരുന്നാൽ ഫംഗസ് ആവും. അപ്പോൾ ഇത് പഴയ പൂക്കളൊക്കെ നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ 2 ദിവസം ഇങ്ങോട്ട് വന്നില്ലായിരുന്നു, പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വന്നില്ല. അപ്പോൾ ഇതേ നല്ല ഭംഗിയായിട്ട് അത് വളർന്നങ്ങ് കയറിയിട്ടുണ്ട്. കണ്ടോ മറ്റുള്ള എല്ലാത്തിനേക്കാളും വളർച്ചയുണ്ടെന്ന് നോക്കിക്കേ. കണ്ടോ നമ്മൾ മാറ്റി നടുമ്പോൾ വേഗം അങ്ങ് വളരും, അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫംഗസിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സാഫ് അടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. പഴയ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞ് പഴയ പൂക്കൾ ഇതുപോലെ എടുത്ത് അങ്ങ് ദൂരെ കളഞ്ഞേക്കണം. അവനെയും നമ്മുടെ ചെടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം അവിടെ ഇരുന്ന് ചീഞ്ഞ് ഫംഗസ് വന്ന് ചെടി മൊത്തം വ്യാപിച്ച് ചെടി നശിച്ചു പോവും. അപ്പോൾ അതുകൊണ്ട് അതിനെ എടുത്ത് ദൂരെ കളഞ്ഞേക്കണം. അപ്പോൾ അങ്ങനെ കളഞ്ഞ് സൂക്ഷിച്ചാൽ നമുക്ക് കുറേയൊക്കെ നമ്മളുടെ ചെടികൾ നശിക്കാതെ പെറ്റൂണിയ ചെടികൾ ഇതുപോലെ സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് വെക്കാൻ പറ്റും. കേട്ടോ, അതായത് ഉണങ്ങിയ പഴയ ഇലകളും ഒക്കെ കളഞ്ഞ് നീറ്റാക്കി എപ്പോഴും വെക്കണം. പിന്നെ സാഫ് ഒഴിച്ചു കൊടുക്കണം, ഇടയ്ക്ക് വളം ഒഴിച്ചു കൊടുക്കണം. മഴ ഡയറക്റ്റ് കൊള്ളരുത്. പിന്നെ വെള്ളം കുറച്ച് മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളാണ്.